Merry Christmas, sir. Merry Christmas. Sir, the Christmas special plum cake ആണ് sir. എനിക്കാണത്? Yes, sir. Sir, പിന്നെ നമ്മുടെ അടുത്ത് കുറേ പേഷ്യൻസ് ചോദിക്കുന്നുണ്ട് ഡയബറ്റീസ് ഉള്ള ഞങ്ങൾക്ക് ഇങ്ങനെ പ്ലം കേക്ക് ഒക്കെ കഴിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ സാറിന്റെ അഭിപ്രായം. തീർച്ചയായിട്ടും നമുക്ക് ഈ ക്രിസ്മസ് കാലഘട്ടത്തിന്റെ ഏറ്റവും സ്പെഷ്യലാണ് നമ്മുടെ പ്ലം കേക്ക് എന്നുള്ളത് അല്ലേ. ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്നത് വെറൈറ്റി ഓഫ് പ്ലം കേക്ക്സ്. അപ്പോൾ പ്ലം ആസ് സച്ച് ഫ്രൂട്ട് ആയിട്ട് നോക്കുകയാണെങ്കിൽ പ്ലം ഡയബറ്റീസ് ഉള്ളവർക്ക് വളരെ നല്ലൊരു ഫ്രൂട്ടാണ്. കാരണം ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ആണ് പ്ലമ്മിന്റെ കാറ്റഗറി. അപ്പൊ ഒരു 40 ഉള്ളൂ GI ഗ്ലൈസിമിക് ഇൻഡെക്സ്. അപ്പൊ നമുക്ക് പ്രമേഹമുള്ളവർക്ക് കഴിക്കാം. അപ്പൊ ഒരു മീഡിയം സൈസുള്ള പ്ലം 2 പീസൊക്കെ എടുക്കാം. പ്ലം ഫ്രൂട്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ പ്ലം കേക്ക് ആയിട്ട് വരുമ്പോഴത്തേക്ക് എന്താ പറ്റുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് പറഞ്ഞ കേക്ക് ആകുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ അതിനകത്ത് പൊടി വരുന്നത് മൈദയാണല്ലേ അല്ലെ. പിന്നെ അതിനൊപ്പം എന്തായാലും സ്വീറ്റനിങ് ഏജൻസ് എല്ലാം ഉണ്ടല്ലേ. നമുക്ക് ഷുഗർ ഉണ്ടാവും, ചിലപ്പോൾ നമ്മുടെ കോൺ സിറപ്സ് ഉണ്ടാവും. അപ്പൊ അതെല്ലാം ഭയങ്കര അധികം നമുക്ക് ഷുഗറിനെ വർദ്ധിപ്പിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പ്ലം കേക്ക് ആയിട്ട് കഴിക്കുമ്പോഴത്തേക്കും പ്രമേഹമുള്ള സ്ഥിതിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പോർഷൻ സൈസ് വലിയ പീസ് എടുക്കുന്നതിന് പകരം ചെറിയ പീസായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ടേസ്റ്റ് എൻജോയ് ചെയ്തുകൊണ്ട് ക്രിസ്മസ് അവർക്ക് ആഘോഷിക്കാൻ തന്നെ പറ്റും. അപ്പൊ പ്ലം കേക്കിന്റെ പോർഷൻ സൈസ് നിജപ്പെടുത്തിക്കൊണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇടയ്ക്കിടയ്ക്കുള്ള പോർഷൻ സൈസ് കുറച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കഴിച്ചാലും പ്രോബ്ലം ആണ് അല്ലേ. ടേസ്റ്റിന് വേണ്ടി തീർച്ചയായിട്ടും എടുക്കാവുന്നത് തന്നെയാണ്. അപ്പൊ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ.